ഇതാണ് നിന്റെ ഫ്രണ്ട് ദിൽഖുഷ്. ഗുൽഷൻ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൊച്ചി ട്രിപ്പൊക്കെ? ട്രിപ്പൊക്കെ നല്ലതായിരുന്നു. നമ്മള് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടിക്കാണ്. എടാ വണ്ടി ആവുമ്പോ തട്ട് പോയിട്ട് ഇതൊരു പ്രശ്നമാണോ? പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഒന്ന് വലിച്ചു. അപ്പൊ കുറച്ചൊന്ന് ക്രെഡിറ്റ് കാർഡ് എടുത്തോണ്ട് പോയി. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. എത്ര സ്പെൻഡ് ചെയ്തു? 5000 രൂപ. എടാ ഇതൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യണ്ടേ? 50,000 മണ്ടൻ. എടാ അതിൽ കൂടുതലൊക്കെ സ്പെൻഡ് ചെയ്തോ? എന്റെ കാർഡല്ലേ? 5 ലക്ഷം. എടാ ഞാൻ സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? 5 അല്ല 50 ലക്ഷം നിങ്ങൾക്ക് തരും. കുറച്ച് കഞ്ഞൊക്കെ ഇവനെ വാങ്ങിച്ചു കൊടുക്ക്. എന്ത് ചെയ്യട്ടെ പയ്യന്മാര്. ചേട്ടാ പഠിത്തമല്ലോ, ഭയങ്കര മെച്ചുറായല്ലേ. ഞാൻ നിങ്ങൾക്ക് ഫ്രീ അഡ്വൈസ് തരാം. നമ്മൾ ആൺപിള്ളേര് 25 വയസ്സ് കഴിയുമ്പോൾ വയസ്സ് അറിയിക്കുന്നത്. നമ്മൾ ഈ പ്രായം കഴിഞ്ഞ പിന്നെ നമ്മൾ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. നമ്മൾ മെച്ചുവേർഡ് ആവും. ഉറപ്പിക്കാവോ? ഓർമ്മിക്കാം. കാരണം നിനക്കറിയോ, ലൈഫ് ഇസ് ലൈക്ക് എ റോളർ കോസ്റ്റർ. ഒന്നെങ്കിൽ അതിന് സഞ്ചാരിയാവാം, ഇല്ലെങ്കിൽ അതിന് സാരഥിയാവാം. ഈ സാരഥിയുടെ കയ്യിൽ അതിന്റെ സ്റ്റിയറിംഗ് ഭദ്രമായിട്ട് മുറുക്കി പിടിച്ചേക്കുക. ചേട്ടാ എന്നാ സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചിരുന്നോ? ഇന്നത്തെ കാര്യം പറ. ചേട്ടാ അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞ. എടാ പ്രാങ്ക് ആയിരിക്കുമല്ലേ? എനിക്ക് ചിരിക്കണം എന്നുണ്ട്, പക്ഷെ കുറച്ച് മെച്ചുവർ ആയി പോയല്ലേ. ഇറ്റ്സ് ഓക്കെ. ശരിക്കും ഒരു കാര്യം നടന്നു. അതായത് ചേട്ടൻ പണ്ടത്തെ എന്താണ്? ഞാൻ പറയാം. എന്ത് കൂട്ടാ? നിങ്ങൾ പ്രേമിച്ചോണ്ടിരുന്ന ഒരു പുള്ളിക്കാരില്ലേ, മാധു? അവര് തന്നെ. അടുത്ത 28-ാം തീയതി പുള്ളിക്കാരുടെ കല്യാണമാണ്. നിങ്ങളെ നേരിട്ട് വിളിക്കാൻ മടിയാണ്ട് ഇവന്റെ കയ്യിൽ ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട്. കല്യാണത്തിന് വേണമെങ്കിൽ പോവാം. എന്താണ് ഈ കല്ല് പോലെ ഇരിക്കുന്ന മനുഷ്യനെ പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പുള്ളിയൊരു അട്ടമെന്റാണ്. ഇങ്ങനെയാണോ? ചേട്ടാ